ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലെഫ്റ്റ്, റൈറ്റ്, മിഡ് തുടങ്ങിയ ഫങ്ഷൻസ് ഒക്കെ എക്സലിനകത്ത് പരിചയപ്പെട്ടു. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ കാണുകയുണ്ടായി. സ്കോർ ഷീറ്റ് വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്തതിനു ശേഷം അതിനുള്ളിലുള്ള ഗ്രേഡും മാർക്കും വേർതിരിച്ചെടുത്തു. ഇവിടെ സ്ക്രീനിൽ അതാണ് കാണുന്നത്. ഇത് ഗ്രേഡുകൾ വേർതിരിച്ചെടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്, ശരിയല്ലേ? ഇത് മാർക്കുകൾ വേർതിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഗ്രേഡുകൾ വേർതിരിച്ചെടുത്തതിനു ശേഷം ഓരോ സബ്ജക്റ്റിലും കിട്ടിയിരിക്കുന്ന ഗ്രേഡുകൾ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സഹായത്തോടു കൂടെ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ എക്സൽ ഷീറ്റിനകത്ത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മറ്റ് ഫംഗ്ഷൻസ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതൊക്കെയാണ്. ഓക്കെ, അതോടൊപ്പം ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മളിവിടെ 2 ഗ്രേഡുകളുടെ എണ്ണമാണ് പരിശോധിച്ചിരിക്കുന്നത്. A+ ഗ്രേഡുകളുടെ എണ്ണം പരിശോധിച്ചിട്ടുണ്ട്, A ഗ്രേഡുകളുടെ എണ്ണം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനും കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ നമ്പർ ഓഫ് ഗ്രേഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന കാണാം. ഓരോ സബ്ജക്റ്റിലും കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളുടെ എണ്ണമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം, നോട്ട് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും കിട്ടിയിരുന്ന A+ ഗ്രേഡിന്റെ എണ്ണവും A ഗ്രേഡിന്റെ എണ്ണവും വീണ്ടും നമ്മളൊന്ന് പരിശോധിച്ചിട്ട് 6A+ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 5A+ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യം വേണ്ടിയത് മറ്റൊരു കാര്യമാണ്. 6A+ കിട്ടിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് 5A+, അതോടൊപ്പം 1A. അത് എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും? അതിന് കൗണ്ട് ഇഫ് ലെഫ്റ്റ്, റൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു ഫംഗ്ഷൻ കൂടെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സ്ക്രീനിൽ കാണാൻ സാധിക്കും സം പ്രൊഡക്റ്റ് ഓഫ്. സം പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഇവിടെ 2 ലോജിക്കൽ കണ്ടീഷൻസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ് ഈ ലോജിക്കൽ കണ്ടീഷൻസ് എന്ന് നോക്കാം. ഇവിടെ ടി എന്ന് പറയുന്ന കോളത്തിലും യു എന്ന് പറയുന്ന കോളത്തിലുമാണ് A+ ഗ്രേഡുകളുടെ എണ്ണവും A ഗ്രേഡുകളുടെ എണ്ണവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു 5, ഒരു 1, 2 ഒരുമിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ എത്ര റെക്കോർഡ്സുകൾ വരുന്നുണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനാണ് സം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. സം പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ 2 കണ്ടീഷൻസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഇപ്രകാരമാണ്. ടി എന്ന് പറയുന്ന കോളത്തിലെ 2ാം നമ്പർ റോ മുതൽ 39ാം നമ്പർ റോ വരെ 5ഉം, യു എന്ന് പറയുന്ന കോളത്തിൽ 2ാം നമ്പർ റോ മുതൽ 39ാം നമ്പർ റോ വരെ 1 എന്നുള്ള വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ 2 കണ്ടീഷൻസിനെയും ചേർത്ത് ഒരു സ്റ്റാർ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിന്റെ സിമ്പൽ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ്. അതിലെ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർ എന്നുള്ള സിമ്പൽ ആണ് ഉപയോഗിക്കുക. ഓർ എന്നുള്ള ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പ്ലസ് എന്നുള്ള സിമ്പൽ ആയിരിക്കും ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ സ്റ്റാർ സിമ്പൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരേ സമയം 2 കോളത്തിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെയാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യും. ഇവിടെ 2 റോകൾ മാത്രമാണ് ഈ കണ്ടീഷൻസ് അനുസരിക്കുന്നത്. അതായത് ഒന്നാമത്തെ ഒരു കോളത്തിൽ 5ഉം 2ാമത്തെ കോളത്തിൽ 1ഉം വരുന്ന 2 റോകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് 2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5A+ന് പകരം 4A+ ഹോൾഡേഴ്സിനെയും അതോടൊപ്പം 2A ഗ്രേഡ് നേടിയ കുട്ടികളുടെ എണ്ണവും കാൽക്കുലേറ്റ് ചെയ്യാം. അതാരും തന്നെ ഇല്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ എക്സാമ്പിൾ അനുസരിച്ച്. ഓക്കെ,
അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.